So listen here, നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണ്, എവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, റേഡിയൻ ഉള്ളതിനെ നമ്മൾ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ റേഡിയൻ ഉള്ളത് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 180/π കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 11/16 180/π കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ റേഡിയൻ ഉള്ള മെഷർ ഡിഗ്രിയിലോട്ട് മാറും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 315/8 ഡിഗ്രീസ് എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ നോക്കുമ്പോ വീണ്ടും നമ്മൾ നോക്കുകയാണ് അല്ലെ, ശ്രദ്ധിക്കൂലേ, 315/8 ഡിഗ്രി എന്നല്ലേ ഇതൊരു ആൻസർ ആണ്. ഇത് നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് മാറ്റി എഴുതാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് പഠിച്ച 315 നമുക്ക് എന്ത് ചെയ്യാം, 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വിടറ. ഡിവൈഡ് ചെയ്യുമ്പം ആക്ച്വലി 39 ആണ് ഇവിടെ വരിക. ഇവിടെ 39, 9, 72, ബാക്കി 7, 3, 9, 3, 24, 7, 312 വരും. റിമൈൻഡർ വിൽ ബി 3. കാണുന്നുണ്ടോ? അപ്പം ഈ 115/8 നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് കൊടുക്കുമ്പോൾ ആദ്യം 39 കൂടെ മുകളിൽ റിമൈൻഡർ 3 താഴെ ഈ ഡിവൈസർ 8. അത് ചെയ്യാറില്ല, പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല. 39 3/8 എഴുതി കൂടറാ. ഈ 39 3/8 എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോ 39 + 3/8 എന്നല്ല കിട്ടുക. അപ്പൊ ഈ 3/8 ഡിഗ്രിയെ നമുക്ക് മിനിറ്റിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. മനസ്സിലാവുന്നുണ്ടോ? ഡിഗ്രിയെ അങ്ങോട്ട് മാറ്റാൻ, ഡിഗ്രിയെ മിനിറ്റിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 3/8 ഡിഗ്രി എന്നുള്ളത് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 60/8 ആയിട്ട് മാറും. അതായത് ഏകദേശം എത്ര വരും, 180/8 വരും അല്ലെ. ഈ 180/8 എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. 2 8 16 ബാക്കി 2 0, 2 8 16 ബാക്കി എത്ര വരിക, 4 അല്ലേ. 4 എത്ര പോകും, അര, 5 പോലെ 40 ആകുമ്പോ. അപ്പൊ 180/8 ചെയ്യുമ്പോ 22.5 അല്ലേ കിട്ടുക. അപ്പൊ 180/8 എന്ന് പറയുന്ന മിനിറ്റിനെ 22 മിനിറ്റ് പ്ലസ് ഹാഫ് മിനിറ്റ് എഴുതി കൂടെ 22.5 പറ്റുമോ? ഈ ഹാഫ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ്സ് അല്ലേ. അപ്പൊ എന്തായി ലാസ്റ്റ് ആൻസർ നോക്കിയേ, 30 ഡിഗ്രി ആണ്, കൂടെ 22 മിനിറ്റ് ഉണ്ട്, കൂടെ ഹാഫ് മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ്സ് ആണ്, 30 സെക്കൻഡ്സ് ആണ്. സോ ദാറ്റ്സ് എ ഫൈനൽ ആൻസർ. ക്ലിയർ ആണോ? ചെയ്ത് നോക്ക്. ഡൗട്ട് ഉണ്ടോ? ബാക്കി പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാണേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, താഴത്ത് നോക്കിയേ, -4 റേഡിയൻ അല്ലേ. ഈ -4 റേഡിയൻ നമ്മൾ പറഞ്ഞതുപോലെ -4 നമ്മൾ എന്ത് ചെയ്യണം, 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോ എന്തായിട്ട് മാറി, 180/π. അതിൽ ആ പൈ എന്ന് പറഞ്ഞാൽ 22/7 അല്ലേ. പൈയുടെ വാല്യൂ നമ്മൾ 22/7 കൊടുത്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് -2520/11 ഡിഗ്രീസ് എന്ന് കിട്ടും. മനസ്സിലായോ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുക, വീണ്ടും അതിലെ മിനിറ്റിലോട്ട് മാറ്റുക, മിനിറ്റിനെ വീണ്ടും സെക്കൻഡ്സിലോട്ട് മാറ്റുക. അപ്പൊ ഈ ആൻസർ കിട്ടും. മുകളിലത്തെ അതേ സാധനം, വാല്യൂസ് മാത്രം മാറി. കുഴപ്പമില്ലല്ലോ? ചിലപ്പം എക്സാമിന് ആൻസർ തരുമ്പോൾ ചിലപ്പം ഫുള്ള് സെക്കൻഡ്സിൽ അടക്കം തരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ. ബാക്കി പറയട്ടെ.
അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? വരും 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 വരും. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതൊരു സർക്കിൾ അല്ലേ ഇവിടെ? ഇത് ഒരു ആർക്കല്ലേ? ഹെഡില് ഞാൻ വരച്ച ആർക്കല്ലേ? ആ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ സെൻട്രൽ ആംഗിൾ പഠിച്ചിട്ടില്ല, ഓർമ്മ ഉണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? അതിൽ ഈ 6 അറിയില്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കുക, നമുക്ക് തന്നിരിക്കുന്ന തീറ്റ എന്ന് പറയുന്ന സെൻട്രൽ ആംഗിള് റേഡിയനിലാണെന്ന് വിചാരിക്കുക. എവിടെയാണ്? റേഡിയൻ മെഷറിലാണെന്ന് വിചാരിക്കുക. ഈ പറയുന്ന റെഡ് കളറിലുള്ള ആർക്കിന്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. വിചാരിച്ചൂടെ? അപ്പൊ എന്തൊക്കെ അറിയാം? ആർക്ക് L ആണെന്ന് അറിയാം. പിന്നെയോ എന്തൊക്കെ അറിയാം? ആർക്ക് ലെങ്ത് L, 6 റേഡിയസ്, തീറ്റ സെൻട്രൽ ആംഗിൾ ഇൻ റേഡിയൻ. അങ്ങനെയാണെങ്കിൽ അതിന്റെ L, ആർക്ക് ലെങ്ത് കാണാനുള്ള ഫോർമുല ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ഗിവൺ ബൈ L is equal to R theta. ഓക്കെ ആണോ? ഇപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചേ. ഇൻ 2 സർക്കിൾസ് ആർക്സ് ഓഫ് സെയിം ലെങ്ത്. അപ്പൊ രണ്ടിന്റെ കേസിലും ലെങ്ത് L സെയിം അല്ലേ? Subtend angle 60 degree and 75 degree at the center. Find the ratio of their radii. കാണുന്നുണ്ടോ? അപ്പൊ നമുക്ക് L is equal to R theta എന്ന് അറിയില്ലേ? അറിയോ? അപ്പൊ R എന്ന് പറഞ്ഞാ പെണ്ണെ L by theta എന്നല്ല വരിക? നമ്മളോട് R1 by R2 അല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ L1 by theta 1 ഡിവൈഡ്, L1ന്റെ ആവശ്യമില്ല, കാരണം രണ്ടിന്റെയും ലെങ്ത് സെയിം ആണ്. അപ്പൊ L മതി. L by theta 1 by L by theta 2 എന്ന് കിട്ടൂലേ? അതില് L കട്ടായി പോലെ. ഈ അടിയിലുള്ള തീറ്റാറ്റ് മുകളിൽ പോകുമ്പോൾ മുകളിൽ തീറ്റാറ്റ് വന്നിട്ട് അടിയിൽ തീറ്റ 1 വരില്ല. തീറ്റ 2 ബൈ തീറ്റ 1 ആയിട്ട് മാറൂലേ? ഈ തീറ്റ 1 തീറ്റ 2 എത്രയാ? 75 അല്ല? നോക്ക്. അപ്പൊ 75 ഡിഗ്രിയിലാണെങ്കിൽ നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം? റേഡിയനിലേക്ക് മാറ്റണം. വി ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് 1 by pi by 180 ആണോ? തീറ്റ 1 എത്ര? 60 ആണ്. അതും റേഡിയനിലേക്ക് മാറ്റുമ്പം തീറ്റ ഇൻറ്റു പൈ ബൈ 180 ആണോ? ഈ പൈ ബൈ 180യും പൈ ബൈ 180യും കട്ട് ചെയ്തോടെ? 75നെയും 60നെയും നീ കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ. വാട്ട്സ് ദി ആൻസർ? 5/4. ചെയ്തോ? ഓക്കെ അല്ലേ? സംശയമല്ലോ? അതിൽ നിനക്ക് ഞാന് ഒരു സർക്കിള് തരും. ആ സർക്കിള് പഠിച്ചു വെച്ചാല് നല്ലതാട്ടോ. ഒന്നോ? കാര്യം എന്തെങ്കിലും മനസ്സിലുണ്ടോ നോക്കിയേ. അത് ട്രിഗ്നോമെട്രിക് വാല്യൂസിന്റെ
ഒരു സ്ക്വയർ ആണ് കണ്ടോ, ഒരു സർക്കിൾ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട്സ് ഗിവൻ കണ്ടോ? നീ അതിന്റെ ഒരു ബ്യൂട്ടി നോക്കിയേ. നമ്മുടെ ആ ഒരു എല്ലാ സാധനത്തിന്റെയും വാല്യൂസ് ഡിഗ്രിയിലും റേഡിയനിലും അതിന്റെ വാല്യൂസ് ഉണ്ട്. അതിൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിസൺ, മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ ഫസ്റ്റ് ആള്, അതായത് ഫസ്റ്റ് ആള് കോസ് ആണ്. ഫസ്റ്റ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോസിന്റെ വാല്യൂ ആണ്. സെക്കൻഡ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈന്റെ വാല്യൂ ആണ്. മനസ്സിലായോ? ഇത് വായിക്കേണ്ടത് എങ്ങനെയാ വെച്ചാല്, ഞാനൊരു ഒരു കേസ് ഞാൻ ഇവിടെ വട്ടിടാൻ പോവാണ്. നോക്കൂലേ? ഏതാണ് π/3 കാണുന്നുണ്ടോ? അപ്പൊ π/3യുടെ സ്ഥലത്ത് ഫസ്റ്റ് കോർഡിനേറ്റിന്റെ വാല്യൂ 1/2 അല്ലേ പെണ്ണേ? സെക്കൻഡ് കോർഡിനേറ്റ് √3/2 അല്ലേ? ആണോ? അപ്പൊ cos π/3 ആണ് ഫസ്റ്റ് വാല്യൂ 1/2. മനസ്സിലാവുന്നുണ്ടോ? സൈൻ π/3 ആണ് സെക്കൻഡ് വാല്യൂ √3/2. ക്ലിയർ ആണോ? ഇനി നീ മെല്ലെ വേറൊരു അപ്പൊ ഇവിടെ തേർഡ് ക്വാഡ്രന്റിൽ -7 π/6 -210 കണ്ടില്ലേ? അപ്പൊ അത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരിക? അങ്ങനെ ആകുമ്പം കോസ് -7 π/6 എന്ന് പറഞ്ഞാൽ, സോറി മൈനസ് അല്ല, 7 π/6 ആണല്ലേ. കോസ് 7 π/6 എന്ന് പറഞ്ഞാൽ, അതായത് 210 എന്ന് പറയുമ്പോ ആ സ്ഥലത്തെ വാല്യൂ എത്രയാ? -√3/2 അല്ലേ? ആണോ? അതേ സ്ഥലത്തെ സൈൻ വാല്യൂ എന്താ വരിക? സൈൻ 7 π/6 എന്താ വരിക? -1/2. കാണുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ നിനക്ക് 0 മുതൽ 360 വരെയുള്ള എല്ലാ ആൾക്കാരുടെയും എന്ത് കാണാൻ പറ്റും? വാല്യൂസ് ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അവർ നിന്റെ ഒരു ടാക്ടിക്സിൽ നീ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഓക്കെ ആണോ? ബാക്കി പറയട്ടെ? അപ്പൊ ഇനി നമ്മള് ഈ ഒരു സൈന്, കോസ്, ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിന്റെ ഗ്രാഫിലേക്കും അതിന്റെ ഡൊമൈൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ജസ്റ്റ് പറഞ്ഞു പോകണം. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് പറയാട്ടാ. തിയറി ടോപ്പിക്കിലുള്ള സാധനമാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഞാൻ ഓരോന്നായിട്ട് പറയും. അത് പെട്ടെന്ന് നോട്ട് ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പൊ നോക്കിക്കേ, എത്തിയില്ലേ? ഇപ്പൊ വരും. കിട്ടിയില്ലേ? വന്നിട്ടില്ല? ഒരു മിനിറ്റ്. പക്ഷെ എനിക്ക് സിസിലേക്ക് എത്തിയില്ലല്ലോ. ഓക്കെ, അത് നീ നോക്കുന്നുണ്ടല്ലോ, എവിടേക്ക് എത്തിയിട്ടില്ല. നമുക്ക് നോക്കാം, സിസ് കയറട്ടെ. അപ്പൊ f(x) = sin x എന്ന് പറയുന്നതിന്റെ ഗ്രാഫാണ് ഞാൻ അവിടെ തന്നിട്ടുള്ളത്. കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്, നെറ്റ്വർക്ക് എന്തോ ഒരു ചെറിയ ട്രബിൾ ആണ്. 1 സെക്കൻഡ്. ഒരു മിനിറ്റ്. യെസ്, ഓക്കെ. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? നോക്കണം. കാണുന്നില്ലേ? അപ്പൊ f(x) = sin x എന്ന് പറയുന്ന ഗ്രാഫ് കണ്ടില്ലേ? ഹലോ, അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചേ.
എന്താ ഒന്നാമത്തെ പോയിന്റ്? വാട്ട്സ് ദ ഫസ്റ്റ് പോയിന്റ്? ഡൊമൈൻ എക്സ് ആണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിട്ടുള്ള സൈൻ എക്സിലേക്ക് നിനക്ക് എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ്, അതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അത് എന്താവാം? റിയൽ നമ്പേഴ്സ് ആണ്. ഓൾ റിയൽ നമ്പേഴ്സ് ഓഫ് എക്സ് ക്യാൻ ബി ഗിവൻ. മനസ്സിലായോ? ഏത് റിയൽ നമ്പറും അപ്ലൈ ചെയ്യാം. എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അതാണ് എന്റെ മീനിങ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ y എന്ന് പറയുന്ന സൈൻ എക്സിന്റെ വാല്യൂസിന്റെ റേഞ്ച് ആണ്. അതായത് സൈൻ എക്സിന്റെ വാല്യൂസ് എവിടേക്ക്? -1ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. മനസ്സിലാവുണ്ടോ? പിന്നെന്താ പറഞ്ഞേ? സൈൻ സ്ക്വയർ എക്സും മോഡ് സൈൻ എക്സും ഒക്കെ എവിടെ ആയിരിക്കും? 0ക്കും 1നും ഇടയിലായിരിക്കും. അതൊക്കെ ഒന്നും പ്രശ്നമില്ല. പിന്നെ അത് വേണമെങ്കിൽ നോക്കുക. സൈൻ എക്സ് =0 ആണെങ്കിൽ എക്സ് =nπ ആയിരിക്കും. കാണുന്നുണ്ടോ? ആ റിലേഷൻസ് നോക്കി വെച്ചേക്ക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മുകളിൽ അവിടെ പീരീഡ് കാണുന്നുണ്ട്. പീരീഡ് 2π എന്ന് വെച്ചാൽ എന്താ? പീരീഡ് 2π എന്ന് പറഞ്ഞാൽ 2πക്ക് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ 2πന്റെ ഗ്യാപ്പിൽ ഈ ഒരു പീരിയോഡിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സമയത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതല്ല നമ്മൾ പീരീഡ്സ് എന്ന് പറയുന്നത്, പീരിയോഡിക് എന്ന് പറയുന്നത്. സോ പീരിയോഡിക് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ പീരിയോഡിക് ആണെന്ന് പറയുമ്പോൾ 2π ഇന്റർവെല്ലിന്റെ ഗ്യാപ്പിൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കേ, ഞാൻ ആ ഗ്രാഫിൽ തന്നെ കാണിച്ചു തരാം. നോക്കിക്കേതാ, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതിങ്ങനെ പോയിട്ട് ഇവിടെ എൻഡ് ചെയ്യുന്നില്ല പെണ്ണേ. അതേ പ്രൊസീജിയർ പിന്നെയും സ്റ്റാർട്ട് ചെയ്യല്ല ചെയ്യുന്നേ. അപ്പൊ എത്ര അതിന്റെ ഗ്യാപ്പ് വരുന്നത് നോക്കിയേ. എത്രയാ? അതുകൊണ്ടാണ് അതിന്റെ പീരീഡ് 2π എന്ന് പറയാൻ കാരണം. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണോ? ഒന്ന് നോട്ട് ചെയ്യണോ? സൈൻ എക്സിന്റെ കേസ് പറഞ്ഞു. കോസ് എക്സിലോട്ട് പോട്ടെ. 2π ആണ് സൈന്റെ പീരീഡ്, മറക്കണ്ട. ഇനി നമ്മള് കോസിലേക്ക് പോകുമ്പോ ലിസൺ ഹിയർ. കോസ് കാണുന്നില്ലേ? ഓക്കെ, കോസിന്റെ കേസ് നോക്കിയേ. എന്താ? കോസും സൈനും ഒരേപോലൊക്കെ തോന്നെങ്കിലും ഒരേപോലെയാണോ? അല്ല, കാരണം ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0യിൽ നിന്നാണ് കോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അല്ല, സൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ കോസ് എവിടെ നിന്നാണോ? അല്ല, കോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? ഇവിടുന്നാണ് അല്ലെ? അപ്പൊ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. അതാ ഇവിടുന്നാണേ. അപ്പൊ അതാ സെയിം ഡൊമൈൻ ആണ്. രണ്ട് റേഞ്ച് -1 1 ആണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ 3 കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കണം. ഇതിൽ ഇമ്പോർട്ടന്റ് ഇതിന്റെയും പീരീഡ് എന്തെന്നെയാ? 2π അല്ലേ? കാരണം അതാ ഇവിടുന്ന് തുടങ്ങി ഇവിടെയാണ് അവസാനിക്കുന്നത് അല്ലെ? ഒരു സ്ട്രെച്ച് അല്ലേ? ആണോ? ആ സ്ട്രെച്ച് വീണ്ടും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയും ഗ്യാപ്പ് എത്രയാ? 2π ആണ്. ഓക്കെ, സോ സൈൻ എക്സിന്റെ ഗ്രാഫും കഴിഞ്ഞു, കോസ് എക്സിന്റെ ഗ്രാഫും കഴിഞ്ഞു. ഇനി നമ്മൾ ടാൻ എക്സിന്റെ ഗ്രാഫിലേക്കാണ് പോകുന്നത്. നോക്കിക്കേ. എന്താ ടാൻ എക്സിന്റെ ഗ്രാഫിന് പ്രത്യേകത നോക്കാം നമുക്ക്. ടാൻ എക്സിന്റെ ഗ്രാഫ് നീ നോക്കിക്കേ. ഉണ്ടോ? ഡൊമൈനിൽ വ്യത്യാസം ഉണ്ട്. എന്താ ഡൊമൈന്? പറ. R- കാണുന്നില്ലേ? R-2n + 1π/2 ആണ്. അതായത് റിയൽ നമ്പറിൽ നിന്നും ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എടുത്ത് ഒഴിവാക്കണം. കാരണം സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. tan π/2 എന്ന് പറയുന്ന സംഭവം എന്തല്ല? ഡിഫൈൻഡ് അല്ല. ആണോ? അല്ല. അതേപോലെ tan 3π/2 എന്തല്ല? ഡിഫൈൻഡ് അല്ല. അപ്പൊ ഡിഫൈൻഡ് അല്ലാത്ത കേസിലുള്ള എക്സ് വാല്യൂസ് നമ്മൾ ഒഴിവാക്കണം റേഞ്ച് ഡൊമൈനിൽ നിന്നും. അതുകൊണ്ടാണ് ഡൊമൈനിൽ R-2n + 1π/2 വന്നേ. ക്ലിയർ ആണോ? ഓക്കെ, റേഞ്ച് നോക്കിക്കേ. ഗ്രാഫിത്തെ റേഞ്ച് നോക്കിക്കേ. നേരത്തെ വേണ -1ന്റെ കാര്യം ഞാൻ വേണമെങ്കിൽ പറയാം. നേരത്തെ നമ്മൾ -1ന്റെ കാര്യം റേഞ്ച് പറയാൻ നീ നോക്കിയാൽ നിനക്ക് കാണാം. മാക്സിമം വാല്യൂ ഇവിടെ എത്ര വരുന്നുള്ളൂ പെണ്ണെ? ഗ്രാഫിന് മാക്സിമം വാല്യൂ എത്ര വരുന്നത്? 1.
ഏറ്റവും മിനിമം വാല്യൂ എത്ര വരുന്നത്? -1 അല്ലേ? ആണോ? അതുകൊണ്ട് ആ റേഞ്ച് -1 to 1 എന്ന് കൊടുത്തത്. മനസ്സിലായോ? ഹലോ. പക്ഷെ ടാന്റെ കേസിൽ നോക്കിക്കേ, ഈ വാല്യൂസ് എവിടുന്നാ വരുന്നത്? -∞ വരെ പോകുന്നില്ല. ഏതാ? -∞ മുതൽ എവിടെ വരെ പോകുന്നുണ്ട്? പറഞ്ഞോ. ഇൻഫിനിറ്റി വരെ പോകുന്നില്ലേ? കേൾക്കുന്നില്ലേ? അപ്പം ഡൊമൈന് ക്ലിയർ ആയല്ലോ. ഓഡ് മൾട്ടിപ്പിൾസ് π/2 വരുന്ന കേസിലൊന്നും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് π/2 ഏതാ ഓഡ് മൾട്ടിപ്പിൾസ് വരുന്ന സ്ഥലത്തൊക്കെ ഇനി ഡോട്ട്സ് കണ്ടോ? ഹലോ. ഈ ഡോട്ട്സ് കാണാനുള്ള കാരണം എന്താ? ആ സ്ഥലത്തൊന്നും എന്തല്ല, ഈ ഫംഗ്ഷൻ ഇൻക്ലൂഡിംഗ് അല്ല. ഇവിടെ ഇവര് നമ്മൾ ഇതാ മീറ്റ് ചെയ്യുന്നുണ്ടോ, അതോ ജസ്റ്റ് അടുത്തൂടെ പോവാണോ ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നുണ്ടോ? ഹലോ. മീറ്റ് ചെയ്യുന്നില്ല. എന്താ മീറ്റ് ചെയ്തതിന്റെ കാരണം? കാരണം മീറ്റ് ചെയ്താൽ π/2 ആവും. π/2 ടാൻ ഡിഫൈൻഡ് ആണോ? അല്ല. അപ്പൊ റേഞ്ച് -∞ to ∞ എന്ന് മനസ്സിലായല്ലോ. ഇനി പീരീഡ് നോക്കിയേ, പൈ ആണ് പീരീഡ് വരാൻ കാരണം. എന്താ? പൈ ടൈംസിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? നോക്കിയതാ ഇവിടുത്തെ ഇതേ സംഭവം ദാ പൈ ഇന്റർവെല് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? ഇതേ സംഭവം പൈ ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? അപ്പൊ ഇതിനൊക്കെ ഡിഫറൻസ് പൈ അല്ലേ? അതുകൊണ്ട് പീരീഡ് പൈ ആന്ന് പറയാം. ഓക്കെ. ബാക്കി 3 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കട്ടാ. ഞാൻ മെയിൻ ആയിട്ട് ഡൊമൈനും റേഞ്ചും പീരീഡും ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. സോ ക്ലിയർ ആണോ? നോക്ക്. ഇനിയുള്ളത് ഏതാ? കോർട്ടെക്സ് അല്ലേ? എത്ര നമ്മൾ പറഞ്ഞു? 3 പറഞ്ഞില്ലേ? ബാക്കി പോരും. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? അപ്പൊ നോക്ക് നീ ലെസൺ പ്രോപ്പർലി. f(x) = കോർട്ടെക്സിൽ ഇതാണ് ഗ്രാഫ് വരുന്നത്. സെയിം സംഭവം തന്നെയാണ്. ഡൊമൈൻ എന്താ? r-n π ആണ്. r- എന്താ? n π. കാണുന്നുണ്ടോ? കാരണം π/2 ഇയാൾ ഡിഫൈൻഡ് ആണ്. ഓക്കെ. ഹലോ. കാരണം ടാൻ π/2 നമുക്കറിയാം 1/0 ആയതുകൊണ്ടാണ് നോട്ട് ഡിഫൈൻഡ്. പക്ഷെ കൂട്ട് π/2 എന്താ? ഡിഫൈൻഡ് അല്ലേ? 0 അല്ലേ? ആണോ? അപ്പം കോട്ട് ഡിഫൈൻഡ് ആവാത്ത ഡൊമൈൻ എന്താ? പറഞ്ഞോ. ഓക്കെ ആണോ? അപ്പൊ കോഡ് ഡിഫൈൻഡ് അല്ലാത്ത കേസസ് എക്സിന്റെ വാല്യൂസ് r-n π ആണ്. റേഞ്ച് മറ്റേതുപോലെ തന്നെ ഗ്രാഫ് തന്നെ ഉണ്ടല്ലോ, -∞ വരെ പോകുന്നുണ്ട്. ഇവിടെയും പീരീഡ് എത്രയാണ്? പൈ ആണ്. പൈ ടൈംസിലെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നതാണോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൈ അല്ലേ? യെസ്. ക്ലിയർ ആണോ? ബാക്കി പറയട്ടെ? അടുത്തേക്ക് പോട്ടെ. 2 കൂടി പറഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് കംപ്ലീറ്റ് ആവും. അപ്പൊ അടുത്തതിലോട്ട് പോവാണ്. കാണുന്നുണ്ടോ? y = sec x കാണുന്നുണ്ടോ? അപ്പൊ നോക്കണം, f(x) = sec x ആണ്. ഇതാണ് ഗ്രാഫ് വരുന്നത്. ഇവിടെയും r എന്താണ്? ഡൊമൈൻ എന്താണ്? r-2n + 1 π/2 ആണ്. ഓക്കെ. റേഞ്ച് -∞ to -1 from 1 to ∞ ആയിരിക്കും. പോരാത്തതിന് പീരീഡ് 2π ആയിരിക്കും. നോക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ? കാരണം ഇവിടുന്ന് തുടങ്ങുന്ന ഫംഗ്ഷൻ അതേ ഫംഗ്ഷൻ
പിന്നെ തുടങ്ങുന്ന ഇവിടുന്നല്ലേ? ആണോ? അപ്പൊ എത്ര ഡിഫറൻസ് വരുന്നേ? 2π വരുന്നുണ്ട്. ക്ലിയർ ആണോ? കിട്ടിയോ? എടോ സംശയം ഉണ്ടോ? പോയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, നെറ്റ്വർക്ക് പ്രശ്നമുണ്ടോ അവിടെ? ഇല്ല, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കാം. ഇത് നോക്കിക്കേ, ഞാൻ പറയുന്നത് കോപ്പി ചെയ്തേക്ക് വേഗം. ഓക്കെ ആണോ? അടുത്തിലോട്ട് പോട്ടെ. കേൾക്കുന്നില്ലേ? ഹലോ, ട്രബിൾ ഉണ്ടോ? ഹലോ, നെറ്റ്വർക്ക് ഇല്ലേ കുട്ടി? ഹലോ, എന്ത് പറ്റി? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്ത് പറ്റി? നെറ്റിന്റെ പ്രശ്നമാണ് തോന്നുന്നത്, ഇടക്ക് കട്ടായി പോകുന്നു മീറ്റിന്ന്. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഇത് എഴുതിയെടുത്തായിരുന്നോ? അടുത്തത് അപ്പൊ എല്ലാം കഴിഞ്ഞു. ഇനി ഇതിന്റെ സൈൻ കൺവെൻഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ സൈൻ കൺവെൻഷൻസ്? കണ്ടോ? എങ്ങനെ? ഓരോ ക്വാഡ്രന്റിലെ ഏതെല്ലാം പോസിറ്റീവായിട്ട്. അതന്നെ, അതറിയാലോ. ഒന്ന് ചുമ്മാ ഒന്ന് ജസ്റ്റ് നോക്കിക്കേക്ക്, വിട്ടുപോണ്ട. 4 കേട്ടോ. ബാക്കി പറഞ്ഞോട്ടെ? ഇനി അടുത്ത് ഞാൻ പറയാൻ പോണേ. എല്ലാത്തിനും പീരീഡ്സ് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? ഓരോ എത്ര പീരീഡിനെ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ പറയാൻ പോണേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം. ഞാൻ അയച്ചിട്ടുണ്ട്, നോക്കണേ. നോക്കണം. അപ്പോ ആ ഫിഗർ കിട്ടിയില്ലേ? അടുത്ത് കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഒരു മിനിറ്റ്. എന്താ പറഞ്ഞിരിക്കും നമുക്ക് നോക്കാം. വാട്ട്സ് ഗിവൻ?
സൈൻ വാല്യൂ 75ന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? ഞാൻ ചോദിക്കട്ടെ, സൈൻ 765 എന്ന് പറഞ്ഞാൽ 2 × 360 + 45 എഴുതി കൂടെ? പറ്റുമോ? പറ്റുമോ? അപ്പൊ 2 360 അല്ലെ? നമുക്കറിയാം റെപ്പിറ്റേഷന്റെ മീനിങ് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു 2π ആണ് അതിന്റെ എന്താണ് നമ്മുടെ പീരീഡ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ? 2π + θ. തീറ്റ 2π ദൂരം പോയി വന്നാലും എന്തിന് ഈക്വൽ ആയിരിക്കും? തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. അതല്ലേ മീനിങ്? ആണോ? ഇവിടെ 360 അല്ലേ 2π? അപ്പൊ 2 2π പോയി വന്നാലും സെയിം ആയിരിക്കില്ലേ? അപ്പൊ സൈൻ പറഞ്ഞോ എന്താ? 2 × 360 + 45 എന്ന് പറഞ്ഞാൽ സൈൻ 45 ഈക്വൽ ആയിരിക്കില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ എന്ത് കിട്ടും? 1/√. അല്ല നമുക്ക് എങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം, നോക്കണം. ഇത് പഠിക്കുന്നില്ലേ? ഇപ്പൊ നമ്മൾ 765 ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കറക്കം കറങ്ങുമ്പോൾ 360 ആണോ? ഒരു കറക്കം കൂടെ കറക്കുമ്പോൾ 720 അല്ലെ? ഇനി എത്ര കൂടെ കറങ്ങിയാലാ 765 കിട്ടുക? 45 കൂടെ അല്ലെ? അപ്പം 765 കറങ്ങുന്നതും 45 കറങ്ങുന്നതും ഒരേ പൊസിഷൻ അല്ലേ എത്തുന്നത്? ആണോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? സൈൻ 45 ഈക്വൽ ആണെന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2. ക്ലിയർ ആണോ? ഇനി അടുത്ത് നോക്കിയേ, കൊസീക്ക് -1410 അല്ലേ? ഈ ഞാൻ ചോദിക്കട്ടെ, ഈ -1410ന്റെ കൂടെ 4 തവണ നമ്മള് 360 കറങ്ങിയാലും ആൻസർ മാറുമോ? ഒരു തവണ 360 കറങ്ങിയാൽ മാറൂല, പീരിയോഡിക് ആണ്. 4 തവണ കറങ്ങിയാൽ മാറുമോ? അങ്ങനെ 4 തവണ കറങ്ങാന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ 1440 കൂട്ടുന്നതിന് ഈക്വൽ അല്ലേ? അപ്പൊ എന്തിന് ഈക്വൽ ആണെന്ന് കിട്ടി? 30ക്ക് ഈക്വൽ ആണ്. മനസ്സിലായോ? -1410ന്റെ കൂടെ 4 × 360 നമ്മൾ ആഡ് ചെയ്താലും വാല്യൂ മാറുന്നില്ല. അതായത് നമ്മൾ 1440 ഇതിന്റെ കൂടെ ആഡ് ചെയ്താലും വാല്യൂ മാറുന്നില്ല. അതായത് എന്തിന് ഈക്വൽ ആണെന്ന് പറയാം? കൊസീക്ക് 30ക്ക് ഈക്വൽ ആണെന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണോ? ഇനി നമ്മൾ മൂന്നാമത്തെ കേസ് tan 19π/3 ആണ്. 19π/3 നമ്മൾ നേരത്തെ ചെയ്ത കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് 6π + π/3 എന്ന് മാറ്റിക്കൂടെ? 6π എന്ന് പറയുമ്പം പൈ ആണ് ടാന്റെ പീരീഡ്. 6 തവണ പൈ പോയി വന്നാലും വാല്യൂ മാറുമോ? അപ്പൊ tan 6π + π/3 tan π/3 എഴുതി കൂടെ? tan π/3 tan 60 that is equal to √3. ക്ലിയർ ആണോ? ഇനി നാലാമത്തേത് -sin 11π/3 ആണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ -11π/3 കൂടെ 2 തവണ 2π കൂട്ടിയ വാല്യൂ മാറുമോ? ഈ -11π/3 കൂടെ 2 തവണ 2π കൂട്ടാന്ന് പറഞ്ഞാൽ മൊത്തം 4π കൂട്ടലാണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ sin π/3 ഈക്വൽ ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2. ഓക്കെ. പിന്നുള്ളത് കോട്ട് -15/4 ആണ്. അതിന്റെ കൂടെ 4 തവണ പൈ കൂട്ടിയ വാല്യൂ മാറുമോ? അപ്പൊ അത് കോട്ട് π/4 ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ എത്ര തവണ എന്തൊക്കെ കൂട്ടണം എന്നുള്ളത് ആ വാല്യൂ അനുസരിച്ചിരിക്കും. ഇവിടെ -15/4നെ നമ്മൾ പോസിറ്റീവ് ആക്കണമെങ്കിൽ മിനിമം 4π എങ്കിലും ആഡ് ചെയ്യണം. മനസ്സിലായോ? 3π ആഡ് ചെയ്താൽ അപ്പോഴും നെഗറ്റീവിലേ നിൽക്കുള്ളൂ. 4π ആഡ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവിലേക്ക് മാറും. അതുകൊണ്ടാണ് 4π ആഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മുകളിലും അങ്ങനെ തന്നെയാണ്. -11π/3 ആണ്. അതിന്റെ കൂടെ ടോട്ടലി 4π വന്നാൽ അത് പോസിറ്റീവിലേക്ക് മാറുള്ളൂ. അപ്പൊ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. മുകളിൽ നോക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. -1410 ആണ്. അതിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ മിനിമം 4 × 360 ആയിട്ടുള്ള 1440 എങ്കിലും ആഡപ്പ് ചെയ്യണം. വേണ്ടേ? ഫൈൻ, എഴുതെടുത്തോ. ക്ലിയർ ആണോ? ശരിയല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല.
ഞാൻ ക്വസ്റ്റ്യൻ തരട്ടെ? ആ നോക്കണേ, ഞാൻ വന്നിട്ടില്ലേ? ആ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി, ആലോചിച്ച് നോക്കി, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. ഉം. സീറോ ആൻസർ കിട്ടാ? ആ 0 ആണ്. ആ എന്താ കാരണം? കോസിന്റെ 95. ഇത് 3 1 1 1 വരുമ്പോഴേ 3 വരുള്ളൂ അല്ലേ? ഉം. സൈന്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പൊ ഈ 3നും മാക്സിമം വാല്യൂ ആയിട്ടുള്ള 1 ചെയ്താലേ നമുക്ക് 3ഉം കൂടെ കൂട്ടുമ്പോൾ 3 കിട്ടുള്ളൂ അല്ലേ? ഉം. അപ്പൊ ഈ പറയുന്ന θ1ന്റെ വാല്യൂവും ഈ പറയുന്ന θ2ന്റെ വാല്യൂവും ഈ പറയുന്ന θ2ന്റെ വാല്യൂവും എത്ര ആയിരിക്കണം? π/2 ആവണ്ടേ? സോറി, വേണ്ടേ? വേണം. അപ്പൊ cos π/2 0, cos π/2 0, cos π/2 0. So the final answer is equal to 0. Okay ആണോ? ഓക്കെ. Okay, good. ഇനി കുറച്ച് റിസൾട്ടുകളാണ്. ആ കാണുന്നില്ലേ? ഉണ്ട്. ഒന്നാമത്തെ റിസൾട്ട് എന്താ? സൈൻ ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. കാണുന്നുണ്ടോ? ആ കോസ് ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. ഉം. സൈൻ ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ ആയതുകൊണ്ട് നമുക്ക് പറയാം സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. സോ നമുക്ക് പറയാം കോസ് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഉം. ഓക്കെ ആണോ? ആ സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയ്ക്കും കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റയ്ക്കും ഈക്വൽ ആണ്. ക്ലിയർ? ഓക്കെ. പിന്നെ സൈൻ ഓഫ് 90 മൈനസ് തീറ്റയാണ്, അത് കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ്. കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. ഓക്കെ. പിന്നെ സൈൻ 90 പ്ലസ് തീറ്റ കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ്. കോസ് 90 പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. കോസ് 180 മൈനസ് തീറ്റ മൈനസ് കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അതേപോലെ സൈൻ 180 പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റയ്ക്കും കോസ് 180 പ്ലസ് തീറ്റ മൈനസ് കോസ് തീറ്റയ്ക്കും ഈക്വൽ ആണ്. ഓക്കെ. ആവശ്യം വരാറുള്ള സാധനമാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ സർ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഒരു മിനിറ്റ്.
ഓക്കെ അല്ലേ പിന്നെ ഫൈൻ. അപ്പോ എന്താ പറഞ്ഞേ പ്രൂവ് ദാറ്റ് കോസ് പൈ പ്ലസ് എക്സ് കോസ് മൈനസ് എക്സ് സൈൻ പൈ മൈനസ് എക്സ് കോസ് പൈ ബൈ ടു പ്ലസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് എന്നല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചു കോസ് പൈ പ്ലസ് എക്സ് മൈനസ് കോസ് എക്സ് ആണ് അല്ലേ. കോസ് മൈനസ് എക്സ് കോസ് എക്സ് ആണ് ഈവൻ ഫംഗ്ഷൻ അല്ലേ. സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് ആണ് അല്ലേ. കോസ് പൈ പൈ ടു പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ. മൈനസ് കോസ് എക്സും മൈനസ് കോസ് സ്ക്വയർ എക്സ് വരും. സൈൻ എക്സും മൈനസ് സൈൻ സ്ക്വയർ എക്സ് വരും. നെഗറ്റീവ് നെഗറ്റീവ് കട്ടായിട്ട് അത് കോസ് സ്ക്വയർ എക്സ് ആയിട്ട് മാറൂലേ. ചെയ്തോ. രണ്ടാമത്തത് കോസ് 90 പ്ലസ് തീറ്റയാണ്. കോസ് 90 പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. പിന്നെ സീക്ക് മൈനസ് തീറ്റയാണ്. സീക്ക് മൈനസ് തീറ്റ സീക്ക് തീറ്റയാണ്. ടാൻ 180 മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റയാണ്. കാണുന്നുണ്ടോ. പിന്നുള്ളത് സീക്ക് 360 മൈനസ് തീറ്റയാണ്. അത് സീക്ക് തീറ്റ തന്നെയാണ്. സൈൻ 180 പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റ തന്നെയാണ്. കോട്ട് 90 പ്ലസ് തീറ്റ ടാൻ തീറ്റ തന്നെയാണ്. പ്ലസ് 1 ട്രിഗ്നോമെട്രി ടെക്സ്റ്റ് ബുക്കിൽ ഈ പറഞ്ഞ റിസൾട്ട് കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. നോക്കണേ. ഞാനീ പറഞ്ഞ സൈൻ 90 പ്ലസും കോട്ട് 180 പ്ലസും എല്ലാം എവിടെ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ. അപ്പം ഇവിടെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാം ഈ സീക്കും കളയാം, ഈ ടാനും കളയാം, ഈ സൈനും കളയാം. ബാക്കി എന്താ ഉണ്ടാവുള്ളൂ, -1 ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ. കാരണം മൊത്തം 3 നെഗറ്റീവ് വൺസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൂടെ ചേരുമ്പോ -1 ആയിട്ട് മാറി. ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? ഓക്കെ. ഒന്നും കൂടെ. അടുത്ത ചോദ്യം വരുന്നുണ്ടോ, നോക്കണേ. ഒന്നല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? സൈൻ സ്ക്വയർ π/8 സൈൻ സ്ക്വയർ 3π/8 സൈൻ സ്ക്വയർ 5π/8 സൈൻ സ്ക്വയർ 7π/8 അല്ലേ. അതിൽ നമുക്ക് സൈൻ 7π/8 നോക്കാം. സൈൻ 7π/8 നമുക്ക് സൈൻ π മൈനസ് π/8 കൂടെ. അപ്പൊ സൈൻ π മൈനസ് തീറ്റ സൈൻ തീറ്റ ആയിട്ട് മാറും, സൈൻ π/8 ആയിട്ട് മാറും. ക്ലിയർ ആണോ? അതേപോലെ സൈൻ 5π/8 നമുക്ക് സൈൻ π മൈനസ് 3π/8 എന്ന് എഴുതാം. അതും സൈൻ π മൈനസ് തീറ്റ ഫോമിലാണ്. അത് സൈൻ തീറ്റ സൈൻ 3π/8 വരൂലേ. അപ്പൊ ഈ സൈൻ 7π/8 പകരം നമുക്ക് എന്ത് കൊടുക്കാം, സൈൻ π/8 കൊടുക്കാം. ഈ സൈൻ 5/8 പകരം നമുക്ക് എന്ത് കൊടുക്കാം, സൈൻ 3π/8 കൊടുത്തൂടെ. അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു സൈൻ സ്ക്വയർ π/8 ഉണ്ട്. ഇതും സൈൻ സ്ക്വയർ π/8 ആയിട്ട് മാറുമ്പോ രണ്ടും കൂടെ 2 സൈൻ സ്ക്വയർ π/8 അല്ലേ. ഇവിടെ ഓൾറെഡി ഒരു സൈൻ സ്ക്വയർ 3π/8 ഉണ്ട്. ഇതും സൈൻ സ്ക്വയർ 3π/8 മാറുമ്പോ ടോട്ടലി 2 സൈൻ സ്ക്വയർ 3π/8 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പറ. ആഡ് ചെയ്യാം. അപ്പൊ സൈൻ സ്ക്വയർ π/8 സൈൻ സ്ക്വയർ 3π/8 ആഡ് ചെയ്യണ്ടേ. 2 പുറത്തുണ്ടാവില്ല രണ്ടിന്റെയും. അതിൽ ഈ സൈൻ 3 സ്ക്വയർ π/8 മാറ്റി ചെയ്ത് കണ്ട നീ. നമുക്കറിയാം സൈൻ, ലിസൺ ഹിയർ, 3π/8 എന്ന് പറയുന്ന ആംഗിളിനെ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ അത് സൈൻ π/2 മൈനസ് π/8 ആണ്. നോക്കിക്കേ, π/2 π/8 കുറയ്ക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും, 3π/8 കിട്ടും. നോക്കിക്കാണോന്ന്. π/2 π/8 കുറച്ച് എന്താ കിട്ടുക, 3π/8 കിട്ടും. സൈൻ π/2 മൈനസ് π/8 എന്ന് പറയുമ്പോ സൈൻ 90 മൈനസ് തീറ്റയാണ്, അത് കോസ് തീറ്റയാണ്. സോ സൈൻ 3π/8 പറയാൻ എനിക്ക് എന്ത് കൊടുക്കാം, കോസ് π/8 കൊടുക്കാം. കൊടുത്തൂടെ, കൊടുക്കാൻ പറ്റുമോ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ 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 ഹലോ, കേൾക്കുന്നുണ്ടോ?
അപ്പൊ എന്താ പറഞ്ഞത് ഞാന് പറഞ്ഞെന്താണ് cos pi by 8. സൈൻ 3π/8 പകരം കോസ് π/8 കൊടുക്കാം. അപ്പൊ സൈൻ സ്ക്വയർ 3π/8 കോസ് സ്ക്വയർ π/8 ആക്കി മാറ്റിക്കൂടെ? അപ്പൊ സൈൻ സ്ക്വയർ π/8 കോസ് സ്ക്വയർ π/8 കൂടെ കൂടുമ്പോൾ 1 അല്ലേ കിട്ടുക? അപ്പൊ 2 × 1 is equal to 2 ആയിട്ട് മാറി. ക്ലിയർ ആണോ? വേഗം എഴുതണേ. ഓക്കെ ആണോ? സംശയം ഉണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ വന്നല്ലോ, നോക്കിയേ. നോക്ക്, കിട്ടിയാ? ഓക്കെ, ഗുഡ്. ഓക്കെ, എന്താണ്? Prove that tan 720 minus cos 270 minus sin 150 into cos 120 equal to 1/4 അല്ലേ? അതിൽ tan 720 എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം ടാന്റെ കൂടെ 180ന്റെ ഏത് മൾട്ടിപ്പിൾ വന്നാലും 0 ആയിരിക്കും. കോസ് 270 0 ആണ്. കാരണം കോസിന്റെ കൂടെ 90ന്റെ ഓഡ് മൾട്ടിപ്പിൾ എപ്പോ വന്നാലും 0 ആയിരിക്കും. അപ്പൊ അത് രണ്ടും 0 ആയിപ്പോയി അല്ലേ? അതിൽ 150നെ നമുക്ക് 180 മൈനസ് 30 എന്നും 120യെ നമുക്ക് 180 മൈനസ് 60 എന്ന് എഴുതി കൂടെ വേണേ? അതിൽ സൈൻ 180 മൈനസ് 30യെ നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് എന്ത് എഴുതാം? സൈൻ 30 എന്ന് എഴുതാം. എഴുതിക്കൂടെ? സൈൻ 180 മൈനസ് 60നെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് എന്ത് എഴുതാം? കോസ് 180 മൈനസ് 60യെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാം? മൈനസ് കോസ് 60 എഴുതിക്കൂടെ? പറ്റുമോ? ഹലോ ഹലോ പോയോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ സോ ബാക്കി പറയാം. അതിന്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ആയിട്ട് മാറി. അതേപോലെ ഇവിടെ സൈൻ 180ക്ക് നമുക്ക് സൈൻ 780യെ നമുക്ക് 720 പ്ലസ് 60 എന്നും 480യെ 360 പ്ലസ് 120 എന്നും കോസ് 120യെ 180 മൈനസ് 60 എന്നും സൈൻ 150യെ 180 മൈനസ് 30 എന്ന് എഴുതാം. അതിൽ സൈൻ 720 പ്ലസ് 60 എന്ന് പറയുമ്പോൾ 720 എന്താണ്? 360യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പം പീരിയോഡിക് ആയതുകൊണ്ട് നമുക്ക് സൈൻ 60 എന്ന് കൊടുക്കാം.
360 പ്ലസ് 120 അതും പീരിയോഡിക് ആയതുകൊണ്ട് സൈൻ 120 എന്ന് കൊടുക്കാം. ഇതിനെ നമുക്ക് കോസ് 60 എന്ന് കൊടുക്കാം പ്രോപ്പർട്ടി പ്രകാരം. ഇതിനെ നമുക്ക് സൈൻ 30 എന്ന് കൊടുക്കാം. അപ്പൊ സൈൻ 60 ഇൻറ്റു സൈൻ 120 മൈനസ് കോസ് 60 ഇൻറ്റു കോസ് 30 വരും. അതിൽ സൈൻ 60യുടെ വാല്യൂ √3/2, സൈൻ 120 √3/2, കോസ് 60 1/2, സൈൻ 30 1/2 വാല്യൂസ് കൊടുക്കുമ്പോൾ ടോട്ടലി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് അബൌട്ട് ട്രിഗണോമെട്രി. ബാക്കി അടുത്ത ക്ലാസ് പഠിക്കാം.